മുഖ്യമന്ത്രി പ്രഖ്യാപനം വൈകുന്നതിൽ വിമർശനവുമായി സമസ്ത മുഖപത്രം. ജനവിധിയെ അപഹസിക്കരുതെന്നാണ് വിമർശനം. മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടിയുള്ള വടംവലി ജനങ്ങളോടുള്ള മര്യാദയില്ലായ്മ. നേതൃത്വത്തെ സമ്മർദ്ദത്തിലാക്കുന്നത് ആശ്വാസ്യമല്ലെന്നും വിമർശനമുണ്ട്. MS അനീഷ് കുമാർ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അനീഷ്, മുഖ്യമന്ത്രി തർക്കവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് തലപുകയ്ക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇന്ന് നിർണായക ചർച്ചകൾ ഡൽഹിയിൽ നടക്കാനിരിക്കുകയാണ്. ആ ഒരു സാഹചര്യത്തിൽ കൂടെയാണ് സമസ്തയുടെ ഭാഗത്ത് നിന്നുകൂടി ഇത്തരത്തിൽ വിമർശനങ്ങൾ ഉയരുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ കഴിഞ്ഞ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കാൻ കഴിയാത്ത കോൺഗ്രസ് നിലപാടിനെ വലിയ തോതിൽ വിവിധ കോണുകളിൽ നിന്നും വിമർശിക്കുമ്പോൾ അല്ലെങ്കിൽ വിമർശനങ്ങൾ ഉയർന്നു വരുമ്പോഴാണ് ഇപ്പോൾ സുപ്രഭാതം സമസ്തയുടെ മുഖപത്രവും ഇതിനെതിരെ രംഗത്തെത്തിയിരിക്കുന്നത്. ജനാധിപത്യത്തിൽ യജമാനന്മാർ ജനങ്ങളാണെന്നും തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രം കേൾക്കുന്ന വാഴ്ത്തുപാട്ടോ എന്ന രീതിയിലാണ് ആ തലക്കെട്ടിൽ ആണ് കാര്യങ്ങൾ ആരംഭിക്കുന്നത്. അധികാര പദവി എന്ന പരകായ പ്രവേശത്തിലേക്കുള്ള വഴി മാത്രമാണ് പലർക്കും. ജനങ്ങൾ പദവിയിൽ പ്രതിഷ്ഠിക്കപ്പെട്ടാൽ പിന്നെ ജനങ്ങൾ തങ്ങളുടെ അടിമകളാണെന്ന മനോഭാവം ആ ചിന്തയിലും പ്രവൃത്തിയിലും പടരുന്നു. ഇക്കാര്യത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ ഒട്ടും പിന്നിലല്ല, ഇതിൽ കോൺഗ്രസ് ഒട്ടും പിന്നിലല്ല എന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിലെ കാര്യങ്ങൾ ഓർപ്പെടുന്നത്. 10 ആണ്ടുകാലം തങ്ങളെ ഭരിച്ച ഭരണകൂടത്തെ പുറന്തള്ളി പകരം കോൺഗ്രസ് നേതൃത്വം നൽകുന്ന UDF മുന്നണിയെ കേരളം ജനത ചരിത്ര വിജയത്തിലൂടെ ഭരണത്തിലേക്ക് കൊണ്ടുവന്നു. എന്നാൽ ജനവിധിയുടെ വിശാലമായ അർത്ഥവും ബാധ്യവും കൊണ്ട് ഭരണഘടനാപരമായ ബാധ്യതകൾ നിർവഹിക്കാതിരിക്കുന്നു എന്നടക്കമുള്ള രൂക്ഷമായ വിമർശനങ്ങൾ ഈ എഡിറ്റോറിയലിൽ പെടുത്തിയിരിക്കുന്നു. MLA മാരോ അവരെ നയിക്കുന്ന മുന്നണിക്ക് ഒരു നേതാവിനെ തെരഞ്ഞെടുക്കാൻ കഴിയാതെ വരുന്നത് കൊള്ളരുതായ്മ എന്ന് തന്നെ വേണം വിശേഷിപ്പിക്കാൻ എന്നൊക്കെ പറയുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും നേരത്തെ ലീഗിലെ നേതാക്കൾ അടക്കം ഇക്കാര്യത്തിൽ വിമർശനം ഉന്നയിച്ച് രംഗത്തെത്തിയിരുന്നു. തങ്ങൾക്ക് ഒരു തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം ഒരു സ്വീകരണം ഏറ്റുവാങ്ങാൻ പോലും കഴിയുന്നില്ല. വോട്ട് ചെയ്ത ജനങ്ങൾ തങ്ങളോട് ആരാണ് മുഖ്യമന്ത്രി എന്ന് ചോദിക്കുമ്പോൾ എന്ത് മറുപടി പറയുന്നു എന്നടക്കമുള്ള രൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിക്കുന്നു. പൊതു ഇടങ്ങളിൽ നിന്ന് പോലും ഇത്തരം വിമർശനങ്ങൾ വരുമ്പോഴാണ് സമസ്ത മുഖപത്രവും UDF-നെ വിമർശിച്ച് അല്ലെങ്കിൽ കോൺഗ്രസിനെ വിമർശിച്ച് മുന്നോട്ട് എത്തിയിരിക്കുന്നത്. ശരി, സമസ്ത മുഖപത്രം UDF-നെ വിമർശിച്ച് മുന്നോട്ടെത്തിയിരിക്കുന്നു. മുഖ്യമന്ത്രി തർക്കത്തിൽ ജനങ്ങളോട് മര്യാദയില്ലായ്മ കാണിക്കുന്നു എന്നുള്ള വിമർശനമാണ് സമസ്തയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. MS അനീഷ് കുമാറാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.